ഗൈസ് നമ്മളപ്പോൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല. പെട്രോൾ പമ്പിൽ വെച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കണേ. എന്തായാലും നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. സംഭവം വേറെ ഒന്നല്ല, എന്തോ വാതി ഇടാമോ അങ്ങനെന്തോ സംഭവമാണ്. പെട്രോൾ പമ്പ് അടിച്ചിട്ട് ഇപ്പോൾ വാഷ്റൂം പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചുഴലിക്കാറ്റ് കണ്ടു. അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, കാട്ടിയാൽ നമുക്ക്. ഗൈസ് ഇവിടെ ചുഴലിക്കാറ്റ് ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അത് പെട്രോൾ പമ്പിൻ്റെ ആ സൈഡ് ആയിട്ടാണ്. ഞാൻ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാവേ, നിങ്ങൾ നോക്കണ്ട. ശരിക്കും നിറച്ച് മണ്ണ് അതങ്ങനെ ചുഴണ്ടി ഇങ്ങോട്ട് വരുന്നു തോന്നുന്നു. ചെറിയ കാറ്റാണ്, വലിയ സംഭവമൊന്നുമില്ല. എന്നാലും അതിങ്ങനെ ചുഴണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നത് ശരിക്കും കണ്ട ഗൈസ്, കണ്ട അത് അങ്ങനെയാണ് പോകും. സംഭവം വേറെ ഒന്നല്ല, അത് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ അങ്ങോട്ട് പോയിക്കോളൂ. വലിയ സംഭവമല്ല, മണ്ണാണത്. പക്ഷെ നല്ല സമയമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി, പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഈ വീഡിയോ എടുക്കുന്നത് എന്തിട്ടാന്ന് വെച്ചാൽ അവിടെ ഒരു കൃഷി ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഈ പരിപാടികളൊക്കെ പൊതുവേ അങ്ങനെ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കും. ദുബായിൽ കൃഷിയൊന്നും കാണാറില്ല. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൃഷി കാണും. അപ്പം നമ്മൾ ഡാമിലേക്ക് പോകാൻ, ഡാമിൽ പോയിട്ടുള്ള അവസ്ഥ നമുക്കപ്പോൾ കാണാം. ഇപ്പോൾ വാദി അൽ ഖൂറിലാണ്. പേര് ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഒരു ഡാം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ വന്നതാണ്. വെള്ളമില്ല മാത്രം. ഒന്ന് കാട്ടി കൊടുത്തമ്മേ, വെള്ളമില്ല ഇവിടെ ആക്ച്വലി. അപ്പം ഞാനത് ചൂടുകാലമായതുകൊണ്ടാണ് തോന്നുന്നു ഒരു അംശം വെള്ളമില്ല. മഴക്കാലം മീൻസ് വിൻ്റർ ആ ഒരു സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ നട്ട വെയിലത്താണ് നമ്മൾ വന്ന് നോക്കണം. 2 മണി 3 മണി ആ സമയത്താണ് വന്ന് നോക്കണം. ഒരു ഉച്ച തിരിഞ്ഞ് 4 മണി 6 മണി ആ സമയത്താകുമ്പോൾ ഇവിടെ വെള്ളമില്ല എന്ന് മനസ്സിലായി. പുതിയത് കെട്ടിയത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിവേ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നല്ല ഏരിയ ആണ്. ഓൾമോസ്റ്റ് മലകളും ചെടികളും അങ്ങനത്തെ ഒരു വൈബായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം. നമുക്ക് പോയിട്ട് നമുക്ക് കാണാം അവിടെ എന്താ സ്ഥിതി അല്ലേ.